വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. എൻ്റെ ട്രിനിറ്റി വോയിസ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങുന്നത്. അതുകൊണ്ട് ആ ചാനലിൻ്റെ ഏതൊക്കെ സെക്ഷൻ ഉണ്ടെന്ന് 2-3 വാക്ക് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഒന്നാമത്തെ സെക്ഷൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. അത് അതിൻ്റെ പരിമിതമായിട്ട് ഞാൻ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും കൂടി വായിക്കുന്നു. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റിക്കു ആറിൻ്റെ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ്, 15 മില്യണോളം കോപ്പികൾ വിറ്റഴിയപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൻ്റെയും ഒരു ചെറിയതായ രീതിയിൽ ഞാൻ വായിക്കുന്നു. എല്ലാ ദിവസവും കണ്ടിന്യൂഷൻ ആകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ജ്ഞാനമുണ്ടാകും. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ജ്ഞാനിയായ ശലോമോൻ്റെ അത്യധികമായിട്ടുള്ള ആ ബുദ്ധി കൊണ്ടാണ് അദ്ദേഹം എല്ലാം ചെയ്യുവാനിടയായത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ സെക്ഷൻ. നാലാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലിരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈ സൺഡേ സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ ആയിരിക്കുന്ന കുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ട് ബൈബിളിലെ ചെറിയ ചെറിയ കഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ കഥ കേൾക്കണം എന്ന് പറഞ്ഞ് അവരെ സജ്ജരാക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അങ്ങനെയുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ കേൾക്കാം. അതാണ് 4 സെക്ഷൻ. ഇനി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആൻഡ് ദ എർത്ത് വാസ് വേസ്റ്റ് ആൻഡ് വോയിഡ് ആൻഡ് ഡാർക്ക്നെസ് വാസ് അപ്പോൺ ദ ഫേസ് ഓഫ് ദ ഡീപ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ് upon the face of the waters. ഒരു വാക്യം കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 വാക്യം നമുക്ക് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ആൻഡ് ഗോഡ് സെഡ് ലെറ്റ് ദെയർ ബി ലൈറ്റ് ആൻഡ് ദെയർ വാസ് ലൈറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ സെക്ഷനിൽ ആ റിക്വയറിൻ്റെ പുസ്തകത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ഗോഡ്. എല്ലാം നമ്മൾ ദൈവത്തിൽ ആരംഭിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഫോർ എവരിതിങ്, അബ്സല്യൂട്ട്ലി എവരിതിങ്, എബവ് ആൻഡ് ബിലോ, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, എവരിതിങ് ഗോഡ് സ്റ്റാർട്ടഡ് ഇൻ ഹിം ആൻഡ് ഫൈൻഡ്സ് ഇറ്റ്സ് purpose in him. Colossians chapter 1 verse 16. Unless you assume a God, a question of life's purpose is meaningless. ബെർട്രൻഡ് റസൽ എത്തീസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇതിൽ വായിച്ചത്. ഇതിൽ നിന്ന് നമുക്കൊരു ഇത് വായിക്കാം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യു. ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ് is far greater than your own personal fulfillment, your peace of mind, or even your happiness. It's far greater than your family, your career, or even your wildest dreams and ambitions. If you want to know why you were placed in this planet, you must begin with God. You were born by purpose and for his purpose. ഇന്ന് ഇത്രത്തോളം വായിക്കുന്നുള്ളൂ. അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വായിച്ച് കേൾക്കാവുന്നതാണ്. ഇനി നമുക്ക് സദൃശവാക്യം വായിക്കാം.
സദൃശവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സുഭാഷിതങ്ങൾ, അതിൻ്റെ ഒരു 3 വാക്യം നമുക്ക് ഇംഗ്ലീഷ് മലയാളം കൂടെ വായിക്കാം. ഇത് നിങ്ങൾ കേൾക്കണം. എടുത്ത് വായിക്കാൻ മടിയുള്ളവരൊക്കെ ഈ വായിച്ച് തരും നിങ്ങൾ കേൾക്കണം. വചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അനുഗ്രഹമുണ്ടെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. ദ പ്രോവേർബ്സ് ഓഫ് സോളമൻ ദ സൺ ഓഫ് ഡേവിഡ് കിങ് ഓഫ് ഇസ്രായേൽ. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും, ടു നോ വിസ്ഡം ആൻഡ് ഇൻസ്ട്രക്ഷൻ, ടു ഡിസേൺ ദ വേർഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും. ടു റിസീവ് ഇൻസ്ട്രക്ഷൻ ഇൻ വൈസ് ഡീലിംഗ് ഇൻ റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ് ആൻഡ് ഈക്വിറ്റി. അപ്പം ഇത് നമ്മൾ ഒരു 3 വാക്യമേ വായിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങൾ കണ്ടിന്യൂഷനായിട്ട് വായിക്കാം. ഇനി നമുക്ക് കുട്ടികളുടെ സെക്ഷനാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥകൾ വായിക്കാൻ ഒരു ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ആ ചേച്ചി പറയുന്ന കഥകളൊക്കെ നമുക്ക് കേൾക്കണമെന്ന് കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് എന്നും ഫോണിൽ നോക്കുമ്പോൾ കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കഥയുടെ ഒരു സൃഷ്ടിയുടെ കഥ, സൃഷ്ടി അതായത് ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച കഥയാണ്. ആദ്യമായിട്ട് ആണും പെണ്ണുമായി സൃഷ്ടിച്ച ആ കഥയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് നമുക്ക് വായിക്കാം കേട്ടോ. ആദിയിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതായത് ഭൂമിയെ സൃഷ്ടിച്ചു. നമുക്ക് ഭൂമിക്ക് അപ്പോൾ യാതൊരു രൂപവുമില്ലായിരുന്നു, ഒരു രൂപവുമില്ല, ഷേപ്പ്ലെസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രൂപവുമില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുഞ്ഞു വാവകൾക്കൊക്കെ അറിയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ. ജീവനുള്ളതായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഭൂമി ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ബൈബിളിലാണെങ്കിൽ പാഴ്ശൂന്യമായിരുന്നു. എല്ലായിടത്തും അന്ധകാരം മാത്രം, മുഴുവൻ ഇരുട്ടായിരുന്നു. ആഞ്ഞടിക്കുന്ന തിരമാലകളാൽ ഭൂമി ചുറ്റപ്പെട്ടിരുന്നു. ദൈവചൈതന്യം ജലോപരിതലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ മാത്രയിൽ തന്നെ വെളിച്ചം ഉണ്ടായി. അത് കണ്ട് ദൈവം സന്തോഷിച്ചു. തുടർന്ന് വെളിച്ചത്തെയും ഇരുളിനെയും ദൈവം വേർതിരിച്ചു. സന്ധ്യ കഴിഞ്ഞു, പ്രഭാതം എത്തി, 1-ാം ദിവസമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നാളെ അതിൻ്റെ ബാക്കി കേൾക്കാവുന്നതാണ്. എല്ലാം തുടരും കേട്ടോ. അപ്പം ഇങ്ങനെ ഇത്രയും ഒരു സമയത്ത് എന്നെ കേൾക്കുവാൻ താല്പര്യപ്പെട്ട എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.